ഉത്തരം കേട്ടു എങ്ങു നിന്നു എല്ലാം ഇത്തിരി സ്നേഹത്താൽ വീണ്ടെടുക്കൂ. ഞാൻ വേഗം ആ പരിപാടി പൂർത്തിയാക്കാം. സത്യത്തിൽ ഇതുവരെ 10 കൊല്ലമായി സാറ് പറഞ്ഞതുപോലെ ഒരുപാട് പരിപാടികൾ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പരിപാടി കൺക്ലൂഡ് ചെയ്ത് എന്ത് പറയണം എന്നെനിക്ക് വല്ലാത്തൊരു പ്രയാസമുണ്ട്. കാരണം ഇമാതിരി നിറഞ്ഞു തുളുമ്പിയ ഒരു ദിവസത്തെ എങ്ങനെയാണ് ഒരൊറ്റത്തുള്ളിയായി താഴേക്ക് ഒറ്റിക്കുക എന്നതാണ് ആ പ്രശ്നം.
ഇറ്റി വീഴുന്നതിൻ്റെ കാര്യങ്ങളാണ് ഇത്ര നേരം വണ്ടൂർ മാഷും അനൂപും കൂടി ഇവിടെ നിന്ന് പറഞ്ഞിരുന്നത്. 11 കൊല്ലം മുമ്പ് നമ്മൾ വെച്ച ഒരു തൈമാവിൽ കായ വന്ന ഒരു വീഡിയോ ഒരു രാവിലെ രാജീവ് സാർ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ആ സമയം ഓൺലൈനിൽ ഉണ്ടായിരുന്ന ഞങ്ങൾ കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തപ്പോഴാണ് വാണിയംകുളത്തെ വാടികയിൽ നടക്കാനിരുന്ന ഈ പരിപാടി കാറൽ മണ്ണയിലേക്ക് വീണ്ടും വരുന്നത്. പക്ഷേ 11 വർഷങ്ങൾക്കിപ്പുറം 2026 ഞങ്ങൾ നോട്ടീസിൽ എഴുതിയ പോലെ ദിവസങ്ങൾ കുറുക്കി വറ്റിച്ചെടുത്ത ഫെബ്രുവരിയുടെ കൃത്യം മധ്യഭാഗത്ത് പ്രണയത്തിനായിട്ടൊരു ദിനം കുറിച്ചിടുന്നു. പക്ഷേ എന്തുണ്ടൊരു സ്മാരകമായി? ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു മാവിൻ തൈയുണ്ട്. ഒരു സംശയവും വേണ്ട. വെയിൽ ചായുമ്പോൾ വരുന്ന ഇരുളിനെ നിവർത്തിക്കൊണ്ട് കാർത്തികയോട് കടപ്പാട്. ഇവർ രണ്ടുപേരും ചേർന്ന് ഇവിടെ ഒരുക്കിയ പ്രണയത്തിൻ്റെ, കവിതയുടെ, പാട്ടിൻ്റെ, ഈണങ്ങളുടെ ഈ മനോഹരമായ താജ്മഹലാണ് ഈ പരിപാടിക്കായി ഇവിടെ ഉള്ള സ്മാരകം. ഇതെന്നും ഓർമ്മയിലുണ്ടാവും. ശരിക്കും നോക്കൂ, എല്ലാവരുടെയും ഫീല് ഒരൊറ്റ വരിയ, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. പക്ഷെ ആ വരി കൊണ്ടാണ് ഞങ്ങൾ മറുപടി വരുന്നത്. ഈ വൈകുന്നേരത്ത്, ഈ സന്ധ്യാനേരത്ത് ഇവിടെ ഇരുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ അവസാനം രൂപപ്പെട്ടൊരു വരി അതാണ്. ജീവിതത്തെ ഇത്ര മനോഹരമാക്കുന്ന ഒരു സായാഹ്നം സന്ധ്യ. മറ്റൊരു കാര്യം കൂടി പറയാതെ പോകാൻ വയ്യ. ഈ പരിപാടി രാവിലെ നമ്മൾ തുടങ്ങിയത് ഒന്ന് നോക്കൂ. കവിത ആരുടെയൊക്കെ തോളിൽ കൈയിടാം എന്നതിന് ഒരുപാട് തെളിവുകൾ സമ്മാനിച്ചിട്ടുണ്ട്. തത്വചിന്തയിൽ തുടങ്ങി. കവിതയും തത്വചിന്തയും കൂടി അഭിമുഖം നിൽക്കുന്ന ഏറ്റവും കുറുകിയ സന്ദർഭം കുഞ്ഞുണ്ണി മാഷ് എഴുതിയതാ. ആരുടെ തോന്നലാണ് ഈ ഞാൻ? കുഞ്ഞുണ്ണി മാഷ വരിയാണ്. നേരത്തെ ബാബു മാഷയുടെ പരാമർശിച്ച സെൻ കഥയിൽ അടുത്ത വരി അതാണ്. അത് നീ കണ്ട സ്വപ്നമൊന്നുമല്ല, പൂമ്പാറ്റ കണ്ട സ്വപ്നത്തിലെ കഥാപാത്രമാണ് നീ. ആരുടെ തോന്നലാണ് ഈ ഞാൻ എന്നത് എന്തിനെ കുറുക്കിയതാ? കുറുക്കുക എന്ന് പറഞ്ഞാൽ അത് രണ്ട് സ്ഥലത്തും ചേർന്ന് നിൽക്കും. കുറുകൽ കവിതയുടെ ഭാഷയാണ്, കുറുകൽ പ്രണയത്തിൻ്റെയും ഭാഷയാണ്. അതാണ് ഇവിടെ കണ്ടത്. നോക്കൂ, സമൂഹത്തിൽ പരമാവധി കവിത കലർത്തുക എന്നത് ഞങ്ങൾ ഒരു ഉദ്ദേശമായി സ്വീകരിച്ചത് ഒരുപക്ഷെ ഭാഷയോടുള്ള കടപ്പാട് കൊണ്ടുകൂടിയാണ്. കവിത വേണമെങ്കിൽ ഭാഷ വേണം. തീർച്ചയായും സംഗീതത്തിന് ഭാഷ വേണമെന്നില്ല. അതാണ് ഈ പരിപാടിക്ക് ഇവർ ഉപകരണ സംഗീതം കൊണ്ടിട്ട മനോഹരമായ അടിവര. നമ്മൾ ഈ പരിപാടിക്ക് മാർജിൻ വരച്ചത് പോലും പുസ്തകങ്ങൾ വെച്ചുകൊണ്ടാണ്. അക്ഷരം എന്ന് തൻ്റെ വീടിന് പേരിട്ട ഒരാൾ, ഏത് കീറക്കടലാസും അച്ചടിച്ചതാണെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞ് തോളിൽ പുസ്തകവും തൂക്കി ലോകം മുഴുവൻ നടന്ന് സമൂഹത്തിൽ വായന പടർത്തുന്ന ഒരാൾ. ഷൗക്കത്തിൻ്റെ പുസ്തകങ്ങൾ, ശശിയേട്ടൻ്റെ പുസ്തകങ്ങൾ, രാജീവ് സാറിൻ്റെ സംഘത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ ഈ പരിപാടിയുടെ മാർജിൻ പോലും സമൃദ്ധമായിരുന്നു. എല്ലാറ്റിലും ഉപരി രാജീവ് സാറാണ് ഈ പരിപാടിക്ക് ഇത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ എന്ന് ആദ്യം നിർദ്ദേശം വെച്ചതെന്നാണ് ഓർമ്മ. നമ്മൾ ആദ്യത്തെ പരിപാടി 11 കൊല്ലം മുമ്പ് പേരിട്ടത് വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ. അന്ന് ഞങ്ങൾക്ക് വാക്കുകൾ കൂട്ടിച്ചൊല്ലാനുള്ള പ്രായമായിട്ടുള്ളൂ. ഇന്ന് ഇത്തിരി സ്നേഹത്തിന് അക്ഷരങ്ങൾ എഴുതാറായി. പക്ഷെ ഞാനിവിടെ നിന്ന് ആലോചിച്ചത്, അതുകൊണ്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം, നേരം വൈകിയല്ലോ. അതായത് ആ കവിത ഞങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. 11 വർഷം പ്രായം ഒരു സംഘത്തിന്, ഒരു വാട്സപ്പ് സംഘത്തിന് വലിയൊരു പ്രായം തന്നെയാണ്. സ്വാഭാവികമായിട്ട് ക്രിയേറ്റീവ് ബ്ലോക്ക് വരും. ഏറ്റവും പ്രയാസം ആളെ കിട്ടാനായിരുന്നു. പരിപാടിക്ക് ആളെ കിട്ടുന്നില്ല. 40-50 നിൽക്കും. അവസാനം ചർച്ചയായി, എന്താ ആൾക്കാർക്ക് ഇതൊന്നും വേണ്ടേ? അങ്ങനെ വലിയൊരു ബ്ലോക്കിൽപ്പെട്ടിരിക്കുമ്പോഴാണ്, നോക്കൂ, ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ പോലും കാവ്യാലാപനത്തിൻ്റെ പരിപാടിക്കിടയിൽ കസാല അന്വേഷിച്ച് തിരഞ്ഞു നടക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇന്ന് എത്ര തവണയാണ് അവസാനം 50 ചെയർ കൂടി വേറെ വാടകയ്ക്ക് എടുത്തിട്ടാണ് 150 ചെയറിലിരുന്ന് ഒരു പരിപാടി നടത്തുക എന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. അത് ഈ കാറൽ മണ്ണ സാധിച്ചു തന്നു. അതാണ് ആ കവിതയുടെ കാര്യം ഞാൻ പറഞ്ഞത്.
ചിറകിൽ നിന്നൊരു തൂവൽ താഴെ ഇട്ടൊരു പക്ഷി പറയുകയാണ്, ഇതൊന്ന് എടുക്ക്. അപ്പോഴേക്കും കദളിച്ചെടി അപ്പുറത്തുനിന്ന് പറയുന്നു, എൻ്റെ കായ ഇതാ, അതിലെ മഷി മുക്കി നീ എഴുത്. എന്തിലെഴുതും? അപ്പോഴും മടിയാണ്. ഒരു ഊർജവൃക്ഷത്തിൻ ചീന്തിത എടുത്തുകൊള്ളുക. എന്നാലും എഴുതുന്നില്ല. എന്തെഴുതണം? ഇത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ. നോക്കൂ, പരിപാടിക്ക് ആളെ കിട്ടാതെ ഞങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ഒരു സംഘം, ഒരു നാട് ഞങ്ങളോട് പറയുകയാണ്, ഇതാ തൂവൽ, ഇതാ ഒരു ട്രസ്റ്റ് ഹാള്, ഇതാ ഒരു വായനശാല, ഇതാ ധാരാളം ആളുകൾ, വായുവിൽ 1000 കയ്യുകൾ സഹായിക്കാൻ ഞങ്ങളുണ്ടെന്ന് വി പി രാമേന്ദ്രൻ്റെ ഒറ്റയ്ക്കെന്നുള്ള കവിത. നോക്കൂ, ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ സഹകരണം എന്ന വാക്ക് സഹകരം എന്ന പദത്തിൽ നിന്നുണ്ടായതാണ് എന്ന് മനസ്സിലാക്കിയത്. സഹകരണത്തിൻ്റെ കിരണങ്ങൾ ഈ സംഘത്തിൽ വന്നു പതിച്ച ദിവസം കൂടിയാണിത്. ശ്രീധരൻ്റെയും ചന്ദ്രൻ്റെയും വായനശാല ട്രസ്റ്റ് പ്രതിനിധിയായിട്ട് ഇവിടെയുള്ള പീതാംബരേട്ടൻ്റെയും ഒക്കെ, അതുപോലെ എത്രയോ ആളുകൾ, ഇന്നലെ രാത്രി വന്ന് 11 മണി വരെ അലങ്കരിച്ചു പോയ കുട്ടികളുണ്ട്. ഒരുപക്ഷെ രാജു സാർ പോലും ഇതെന്നാവും പറഞ്ഞത്. ഇതാ ഞങ്ങളുണ്ട്, നിങ്ങൾ എടുത്തുകൊള്ളുക. ഒരു കവിതയെ ദൃശ്യാവിഷ്കാരമാക്കി മാറ്റാൻ ഞങ്ങളുണ്ട്. ആറങ്ങോട്ടുകര പാഠശാല, നിങ്ങൾ മുന്നോട്ട് പോവുക. നോക്കൂ, ഇത് ഈ സംഘത്തിന് മറ്റൊരു ജന്മമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 11 വർഷം മുമ്പ് നമ്മളോട് ഇവിടെ കൂടിയ ഈ വലിയ ഒരു കൂട്ടായ്മ പറഞ്ഞത്, അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ ഉത്ഭവിച്ചിടും, അതിനില്ല സംശയം എന്നാണ്. ഇപ്പോൾ വീണ്ടും അതേ വരികൾ ഞങ്ങളുടെ ഓർമ്മയിലെത്തുന്നു. ഈ പരിപാടി ഞങ്ങൾക്ക് തരുന്നത് വലിയൊരു ഇന്ധനമാണ് എന്ന് ഈ നാടിനോട് ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദിയുണ്ട്. രാവിലെ മുതലുള്ള ഷാജി മുള്ളൂർക്കാരനുണ്ട്, നമ്മുടെ വന്നു ചേർന്ന പല ആളുകളുണ്ട്, വന്നു പോയ ആളുകളുണ്ട്. ഈ കൺക്ലൂഷൻ കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന ഓരോ ആളുകളോടും നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണെന്നറിയാം. ഏതായാലും അതെ, ഈ ബാബു മണ്ടൂരിനും അനൂപിനും പുറകിൽ പ്രവർത്തിച്ച എൻ്റെ നാട്ടുകാരനാണ് ബാലമുരളി എന്ന്, മറ്റുള്ളവരുടെ പേര് എനിക്കറിയില്ല, ക്ഷമിക്കുക. സുഹൈലും ഷൈജുവും അതിഗംഭീരമായിട്ട് ഇതാ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഈ മനോഹരമായ സായാഹ്നം ഒരുക്കിത്തന്ന ഇവർക്ക് നമുക്കെല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹത്തോടു കൂടി പറയുകയാണ്. പേരറിയാത്ത ഒരുപാട് വായനശാല പ്രവർത്തകർ, നാട്ടുകാർ ഈ പരിപാടിയുമായി സഹകരിച്ചതിന് ഞങ്ങൾ ഇപ്പോഴും ആലോചിക്കുകയാണ്, ഈ മണ്ടൂരിനെ അനൂപിനൊക്കെ വെച്ച് 11 കൊല്ലം നമ്മൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന്. യുഎസ്എൻ്റെ അനുസ്മരണ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴാണ് ഈ ചർച്ച തുടങ്ങി വെച്ചത്. ഏതായാലും എല്ലാവരെയും ബാബു മാഷ് വഴിമധ്യ അനുസ്മരിച്ചു. ശിവശങ്കരൻ മാഷുണ്ട്, നാരായണൻകുട്ടി മാഷുണ്ട്. ആരാണ് പറഞ്ഞത് മരണം കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന് കവിതയിൽ എഴുതി വെച്ച USN ഉണ്ട്, സുമയുണ്ട്, ആകാശ നക്ഷത്രങ്ങളുണ്ട്. കണ്ണു ചിമ്മുന്ന താരകങ്ങളെ നിങ്ങളിൽ തിരയുന്നു ഞാൻ, എന്നിൽ നിന്ന് അകന്നകന്നു പോം സുന്ദര മുഖഛായകൾ എന്ന് നമുക്ക് സമാധാനിക്കാം. ഏതായാലും എല്ലാവർക്കും നന്ദി, സ്നേഹം.